എന്താ അമ്മ ചെയ്യുന്ന? ഞാൻ ഈ അഗസ്ത്യ കീര കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇതൾ മാത്രമേ എടുത്തുള്ളൂ. ആ നാരും നാമ്പൊക്കെ കളഞ്ഞു. അഗസ്ത്യക്കീരയ്ക്ക് നല്ലോണം കഴുകി എടുക്കണം. അതിന് പുഴുവാണ്, കുഞ്ഞു പുഴു. ഈ അഗസ്ത്യക്കീരയുടെ ഗുണം എന്താ? നേരത്തെ ഞാൻ ഷോർട്സ് ഇട്ടപ്പം അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പൂവാണോ ചെടിയാണോ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അഗസ്ത്യക്കീര ഏറ്റവും നല്ലതാണെന്ന്, എല്ലാത്തിൻ്റെ രക്തം ഉണ്ടാവാനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ കൊച്ചിലെ തൊട്ടേ അഗസ്ത്യക്കീര നല്ലതാണെന്നും പറഞ്ഞ് അത് നമ്മളെ വിളയിലായാലും വേറെ വിളയിലായാലും എവിടെ ഉണ്ടെങ്കിലും അച്ഛനായാലും അമ്മച്ചായാലും അത് കൊണ്ടുതരും. ചിലരാണെങ്കിൽ ഇതിൽ മുട്ടയും കൂടെ കിണ്ടി കുട്ടികൾക്ക് കൊടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അഗസ്ത്യക്കീരയിൽ. ഈ മുരിങ്ങയുടെ പൂവ് മുട്ടയിട്ട് കിണ്ടി കൊടുക്കുമല്ലേ, അതേപോലെ ഇത് അഗസ്ത്യക്കീരയിൽ മുട്ടയും കിണ്ടി കൊടുക്കണവരുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കഴിക്കില്ല. ഞാൻ അഗസ്ത്യക്കീരയും ഉള്ളിയും കൊച്ചുള്ളി പച്ചമുളകും ജീരകവും എല്ലാം കൂടെ തല്ലി വിരവി ചെറുതായിട്ടൊന്ന് കടുവറുത്ത് ഒരുപാടങ്ങ് വേവിക്കരുത്. ചൈനീസ് കൊറിയക്കാരൊക്കെ ആണെങ്കിൽ ഇത് കിംചി ആയിട്ടാണ് ഉപയോഗിക്കണത്. അവർ മറ്റേ ചൈനീസ് ക്യാബേജൊക്കെ കിംചി ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. എല്ലാം അവരുടെ കിംചി ആണല്ലോ അത്. എന്നുവെച്ചാൽ നല്ല ഇങ്ങനെയുള്ള സാലഡ് ഇടും. കുക്കുംബറും എല്ലാം കൂടെ കഴിക്കുന്ന പോലെ തന്നെ. മുടി വളരുമെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഒരു കൊല്ലം വരെയൊക്കെ നിന്ന് കഷ്ടപ്പെട്ടു. ഇതാകപ്പാടെ ഒരു സീസണിൽ കുറച്ച് പൂവും കണ്ടാണ് ഉണ്ടാവുന്നത്. ഇത് സംഭവം ഇലയെല്ലാം ഈ പുഴു എന്നാണ്. പൂവിലും കയറും. നമ്മളെ നോക്കിയെടുത്ത് ഇത് ഈ പറഞ്ഞോണ്ട് ഇതിൻ്റെ ഈ ഇതള് മാത്രമൊക്കെ നുള്ളി പറക്കി കഴി വരുമ്പോൾ ഒരു കുറച്ചേ കിട്ടത്തുള്ളൂ. ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഹരിതേര പച്ചക്കറി കടയിൽ ആരോ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം അവിടെ മിക്കവാറും വിഷമൊന്നും അടിക്കാത്തതായിരിക്കുമല്ലേ. അതുപോലെ ഇതിലൊന്നും ആരും ഒന്നും ചെയ്യൂല. കാര്യം ഇത് നമ്മുടെ വീട്ടിന്റെ റയറായിട്ടാണ്. ഇവിടെ കൃഷിയൊന്നും ചെയ്യണമല്ലല്ലോ. കിട്ടുമ്പോ കാണുമ്പോ അങ്ങ് വാങ്ങിച്ചോണം ഇതൊക്കെ. അപ്പൊ നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കും. അതിനൂടെ കൊച്ചുള്ളി വേണം ചേർക്കാം. കൊച്ചുള്ളി ഇത് ആക്ച്വലി ഞങ്ങൾ ഇപ്പൊ ഇന്ന് ഉണ്ടാക്കാനല്ല, ഇത് നാളത്തെ തോരനാണ്. ഇത് അമ്മ ഇന്ന് എളുപ്പത്തിന് ഇന്ന് അരിഞ്ഞു വെക്കുകയാണ് അല്ലേ? ഞാനിപ്പോ കഴുകി തോത്തിയോണ്ടും അരിഞ്ഞു വെക്കാന്ന് വിചാരിച്ച്. രാവിലെ 2 പച്ചമുളകും കുറെ കൊച്ചുള്ളിയോട് തൊലിച്ച് വെച്ചേക്കണം. അതും കുറച്ച് തേങ്ങയും കുറച്ച് ആവശ്യത്തിന് ഇച്ചിരി കരിയേപ്പില ഇച്ചിരി ജീരകം എല്ലാം കൂടെ ചതച്ചിട്ട് വിരവി കടുവറുത്ത് കമത്തി അടയ്ക്കണം. കമത്തി അടച്ച് ആവി ഏറി എടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും ചോറിന്. വേറെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാം. ഇച്ചിരി ഇല കാണത്തുള്ളൂ. വരണ്ടവർക്കൊക്കെ പറ്റും. പിന്നെ ഒത്തിരി പൂവുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് പറ്റും. ഈ ചപ്പാത്തിക്ക് സാലഡ് കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ 2-3 പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഈ കുങ്കുമപ്പൂവ് കണ്ടിട്ടുണ്ടോ? ഫുൾ പൂവ്. ആ പൂവിനകത്തിരിക്കണം 3 നാരാണല്ലോ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഫ്ലവറല്ല, തീർത്ഥങ്ങൾ. അതേപോലെ തന്നെ ഇതും ഫ്ലവറും അതിനകത്തൊരു 3 നാരും ഉണ്ട്. ഇതുപോലെ നാരും ഇരിക്കുന്നു. പക്ഷെ ഞാനിപ്പോൾ ആ നാരും അതെല്ലാം അതിനൊക്കെ എത്രത്തോളം ഗുണമുണ്ടെന്നോ അല്ലെങ്കിൽ കഴിക്കുമെന്നോ അതെനിക്ക് അറിയത്തില്ല. പണ്ട് അമ്മ അതൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പം അതുകൊണ്ടൊന്നും എനിക്കത് അങ്ങനെ അത്ര എനിക്ക് അറിവില്ല. ഞാൻ അതിൻ്റെ ഇളം മാത്രമാണ് എടുത്തത്. അതിൻ്റെ ഇതള് അമ്മയുടെ അച്ഛൻ ഒരു വൈദ്യനായിരുന്നു, കുഞ്ഞകൃഷ്ണപിള്ള പേര് അല്ലേ? അയ്യോ അച്ഛൻ ഇത് എവിടെ കണ്ടാലും ഇത് കാടമുട്ട അന്നൊക്കെ ഭയങ്കര റയറാണില്ല. നമുക്ക് ഒരു ദിവസം കഷായം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കണം. അങ്ങനെ അതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അത്ര ഒരു ഇതല്ല. കിഴി കെട്ട് ഞങ്ങളിവിടെ ഈ തീരെ വയ്യാതൊക്കെ ആവുമ്പോ എന്തെങ്കിലും നീര് അങ്ങനെയൊക്കെ വരുമ്പോ ഇവിടെ അമ്മ കിഴി കെട്ടും. ഞാൻ ഒരു ദിവസം നിങ്ങളെ കിഴി കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അമ്മ കിഴി കെട്ടുന്നത് അമ്മ പല കിഴിയുണ്ട് അല്ലേ? മുരിങ്ങക്ക കിഴി, മുരിങ്ങക്ക കിഴിയല്ല, മുരിങ്ങേല കിഴി. മുരിങ്ങേല, ഉപ്പ്, കുരുമുളക് എന്നുവെച്ചാൽ നമ്മുടെ ക്ഷതം കൊണ്ടോ അല്ലാതെയോ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന അകത്തൊക്കെ ഉണ്ടാകുന്ന നീര്, ആ ഉപ്പും മുരിങ്ങയിലെല്ലാം കൂടി ഉള്ള കിഴി നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ചൂടാക്കി അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക്
അതിങ്ങനെ അബ്സോർവ് ചെയ്ത് പോകും. അതൊന്ന് വെളിച്ചെണ്ണ കിഴി, പഴകിയ നീരാണെങ്കിൽ മുട്ട കിഴി, അത് 8 മുട്ട 8 ചെറുതാണെങ്കിൽ 8 അങ്ങാടി, അങ്ങനെയുള്ള കിഴിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കിഴിയുണ്ട്, വറുത്ത് കിഴി അങ്ങനെ ഉണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ആയുർവേദ വൈദ്യന്മാരും അവരുടെ കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ഈ കണ്ടും കേട്ടും അച്ഛനൊക്കെ വൈദ്യരായതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടും കേട്ടും അറിയാം. പിന്നെ പഴയ ആൾക്കാർക്ക് പൊതുവെ അലോപ്പതിയേക്കാൾ ഒരുപക്ഷെ ആയുർവേദമൊക്കെ ആയിരിക്കും അറിയാമെന്നുള്ളത്. അതൊന്നും പഠിച്ചതൊന്നും ഞാനൊക്കെ ഇട്ട് കൊടുക്കും. എനിക്ക് കിഴി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കും. നമ്മുടെ വീട്ടിൽ എല്ലാവരും അത് ചെയ്യും. അച്ഛനൊന്ന് ആക്സിഡൻറ്റ് പറ്റിയതായപ്പോൾ അത് ഒക്കെ മാറ്റിയിട്ട് ഇത് തന്നെ ഇട്ട് പെട്ടെന്ന് കുറയുകയും ചെയ്യും. നല്ലതുമല്ല. ഇപ്പം പിന്നെ നമ്മൾക്കും വയസ്സായി വയ്യല്ലോ. നമ്മൾ പിന്നെ എവിടെ ഇരിക്കണം? ഈ ഫ്ലാറ്റിലൊക്കെ മുരിങ്ങയില, അത് ഒരു പ്രശ്നമുണ്ട്. നല്ല മുരിങ്ങയില ഇട്ടണ്ടേ. നല്ല മുരിങ്ങയില ഇട്ടി ആദ്യം തോരൻ വെച്ച് തിന്നാനല്ലേ നോക്കുള്ളൂ. ഇതെല്ലാം കിഴി കിട്ടണം. ഈ മുരിങ്ങയില കിഴി ഇട്ടിട്ട് അഴിക്കണം. എന്ത് മണമാണെന്നറിയാം. അത് അവരെന്താണ് പറയുന്നതിന് മൂത്തിങ്ങനെ മൂത്തിരിക്കും. എണ്ണയല്ല അടങ്ങിയ മൂത്തല്ലേ ഇരിക്കണം. അത് ഞാനൊരു ദിവസം ഞങ്ങള് അല്ലെങ്കിൽ മണ്ണ് കിഴി എന്നാണ് പറയുന്നത്. മണല് ഉപ്പും കൂടെ ഉള്ളത് മണല് കിഴി. ഇനി തവിട് കിഴിയുണ്ട്. തവിട് ഉപ്പും കൂടെ വറുത്ത് ഇതെല്ലാം തന്നെ ഈ കല്ലുപ്പ് കലക്ക് നമ്മൾ അതിനകത്ത് ഒഴിച്ച് അത് ഡ്രൈ ആയി കിട്ടുന്നേരം അതിനെ വറുത്ത് ചട്ടിയിലെടുക്കുമ്പോൾ ഇതിനെ നമ്മൾ നീരോ അങ്ങനെ അകത്തുള്ള ഇതിൽ ക്ഷതങ്ങളൊക്കെ ഉള്ളതിൽ നമ്മളിപ്പോൾ ഇത് കിഴിയിട്ട് കഴിയുമ്പോൾ ആ ജോയിൻറ്റിനകത്ത് കെട്ടിക്കിടക്കുന്ന നീര് ഉപ്പാണ് അബ്സോർവ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറിയിരിക്കുന്നു ഗൈസ്. അഗസ്ത്യ കീര ഇവിടെ നമ്മൾ വെട്ടിയിരിക്കുകയാണ്. അതിന്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ രാവിലെ അതിന്റെ വീഡിയോ എനിക്ക് കിട്ടുമോ എന്നറിയില്ല. അപ്പോഴേക്കും ഞാൻ റെഡി ആവുന്ന സമയമായതുകൊണ്ട് എനിക്ക് എന്റെ വീഡിയോ കിട്ടിയില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ ഇല്ല അത് കിട്ടും. അതിന്റെ ഫോട്ടോസ് ഞാൻ എടുത്ത് ഷോർട്സ് എല്ലാം ആക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഓക്കെ ബൈ.